റിപ്പബ്ലിക് ഓഫ് സൊമാലിയലാൻഡിനെ സ്വതന്ത്രവും പരമാധികാരവുമായ രാജ്യമായി പ്രഖ്യാപിച്ച ഏക രാജ്യമാണ് ഇസ്രയേൽ. 1991 റിപ്പബ്ലിക്കായി സ്വയം പ്രഖ്യാപിച്ച മേഖലയ്ക്ക് 34 വർഷത്തിന് ശേഷമാണ് ഏതെങ്കിലും ഒരു രാജ്യം അംഗീകാരം നൽകുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ ഈ നീക്കത്തെ ശക്തമായ ഭാഷയിലാണ് ചില രാജ്യങ്ങൾ എതിർത്തത്. എന്തുകൊണ്ട് ഇസ്രയേൽ മറ്റു രാജ്യങ്ങളുടെ എതിർപ്പിനെ മറികടന്ന് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടു? പിന്നിലെ ലക്ഷ്യം എന്താ? ഇനി മറ്റൊരു ചോദ്യം, മുസ്ലിം രാഷ്ട്രങ്ങൾ ഈ തീരുമാനത്തെ എതിർത്തതിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. സൊമാലിലാൻഡ് പണ്ട് ബ്രിട്ടന്റെ കീഴിലായിരുന്ന സൊമാലിയയുടെ ഭാഗമായ സ്വയംഭരണ മേഖലയാണ് സൊമാലിലാൻഡ്. സ്വന്തമായ സർക്കാരും പോലീസ് സേനയും കറൻസി പോലുമുണ്ട്. ചെങ്കടൽ, ഗൾഫ് ഓഫ് ഏദൻ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന ഹോൺ ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന തന്ത്രപ്രധാന മേഖലയുടെ ഭാഗമാണ്. സൊമാലിയയിൽ സിയാദ് ബാറയുടെ ഏകാധിപത്യ കാലത്താണ് സൊമാലിലാൻഡ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ സൊമാലിയയുടെ വലിയൊരു ഭാഗം സാമ്പത്തികമായും സാമൂഹികമായും തകർന്നടിഞ്ഞുവെങ്കിലും 1990കളുടെ അവസാനത്തോടെ സൊമാലിലാൻഡിലെ അവസ്ഥ ഏറെ മെച്ചപ്പെട്ടു. കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ പക്ഷേ സ്വതന്ത്ര റിപ്പബ്ലിക് ആയതോട് യോജിക്കുന്നവരല്ല. ഇപ്പോൾ സൊമാലിലാൻഡ് സജീവമായി ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഇസ്രയേൽ സ്വതന്ത്രവും പരമാധികാരവുമായ രാജ്യമായി പ്രഖ്യാപിച്ച നടപടിയാണ് ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. സൊമാലിയലാൻഡ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അബ്ദുല്ലാഹിയുമൊത്ത സംയുക്ത പ്രഖ്യാപനത്തിൽ വെർച്വൽ ചടങ്ങിൽ ഒപ്പുവെച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെള്ളിയാഴ്ച അറിയിക്കുകയായിരുന്നു. സൊമാലിയയിൽ നിന്ന് വേർപെട്ട സൊമാലിലാൻഡിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ഇസ്രയേൽ തീരുമാനത്തിൽ മുസ്ലിം രാജ്യങ്ങൾ കടുത്ത അമർഷത്തിലാണ്. ലോകമെമ്പാടുമുള്ള 21 രാജ്യങ്ങൾ ഇസ്രയേലിന്റെ തീരുമാനത്തിന് എതിരെ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. സൗദി അറേബ്യ, ഇറാൻ, തുർക്കി, പാകിസ്ഥാൻ എന്നിവ പ്രസ്താവന പുറപ്പെടുവിച്ച രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. സൊമാലിലാൻഡിനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കത്തെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ അപലപിച്ചു. ജോർദാൻ, ഈജിപ്ത്, അൾജീരിയ, കൊമാറോട്ട്, ജിബൂട്ടി, ഗാംബിയ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ലിബിയ, മാലദ്വീപ്, നൈജീരിയ, ഒമാൻ, പാകിസ്ഥാൻ, പലസ്തീൻ, ഖത്തർ, സൗദി അറേബ്യ, സൊമാലിയ, സുഡാൻ, തുർക്കി, യമൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഇസ്രയേലിനെതിരെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. പ്രസ്താവനയിൽ 5 പ്രധാന കാര്യങ്ങളാണ് അവർ വിശദീകരിക്കുന്നത്. പ്രസ്താവനയിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കാം. 1. 2025 ഡിസംബർ 26 സൊമാലിയ റിപ്പബ്ലിക്കിലെ സൊമാലിലാൻഡ് മേഖലയെ ഇസ്രയേൽ അംഗീകരിച്ചതിനെ ഞങ്ങൾ നിരസിക്കുന്നു. ഇത്തരമൊരു നീക്കം ആഫ്രിക്കയുടെയും ചെങ്കടലിന്റെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും മാത്രമല്ല മുഴുവൻ ലോകത്തിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമത്തെ നഗ്നമായി അവഗണിച്ചിരിക്കുകയാണ്. 2. രാഷ്ട്രങ്ങളുടെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമായി പ്രസ്താവിക്കുന്ന അന്താരാഷ്ട്ര നിയമത്തിന്റെയും UN ചാർട്ടറിന്റെയും തത്വങ്ങളുടെ ഗുരുതരമായ ലംഘനം ഇത് ഇസ്രയേലിന്റെ വികസനവാദ നിലപാടിനെ പ്രതിഫലിപ്പിക്കുകയാണ്. 3. സൊമാലിയ റിപ്പബ്ലിക്കിന്റെ പരമാധികാരത്തെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. സൊമാലിയയുടെ ഐക്യം, പ്രാദേശിക സമഗ്രത അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ പ്രദേശത്തിനും മേലുള്ള പരമാധികാരം എന്നിവയെ ദുർബലപ്പെടുത്തുന്ന ഏതൊരു നടപടിയും ഞങ്ങൾ ശക്തമായി നിരസിക്കുകയാണ്. 4. ഒരു രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കുന്നത് ഗുരുതരമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നു. അത് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുകയും അന്താരാഷ്ട്ര നിയമങ്ങളെയും UN ചാർട്ടറിന്റെ അടിസ്ഥാന തത്വങ്ങളെയും ലംഘിക്കുകയും ചെയ്യുന്നു. 5. ഇസ്രയേലിന്റെ ഇത്തരം പ്രവൃത്തികളും പലസ്തീൻ ജനതയെ അവരുടെ നാട്ടിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കാനുള്ള ഏതൊരു ശ്രമവും തമ്മിലുള്ള സാധ്യമായ ഏതൊരു ബന്ധത്തെയും ഞങ്ങൾ നിരസിക്കുന്നു. ഏതു രൂപത്തിലായാലും തത്വത്തിൽ ഇത് നിരാകരിക്കപ്പെടുന്നു. ഇതൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ തുർക്കിയും ഇതിനെ എതിർത്തിട്ടുണ്ട്. തുർക്കിയെ വളയാനുള്ള ഇസ്രയേൽ ശ്രമത്തിന്റെ ഭാഗമായി ഇതിനെ കാണുന്നതിനാൽ രാജ്യം തീർത്തും രോഷാകുലരാണ്. സൊമാലിലാൻഡിനെ അംഗീകരിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ തീരുമാനം തുർക്കിയെ ചൊടിപ്പിക്കുകയായിരുന്നു. പ്രാദേശികമായും ആഗോളമായും അസ്ഥിരത സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ നിയമവിരുദ്ധ നടപടികളുടെ പുതിയ ഉദാഹരണമാണിതെന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഓങ്കോ കെസേലി വിശേഷിപ്പിച്ചത്. നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തെ വിപുലീകരണ നയങ്ങളുടെ ഉദാഹരണമായി വിശേഷിപ്പിച്ച കെസേലി സൊമാലിയയുടെ പ്രാദേശിക സമഗ്രതയെ തുർക്കി ശക്തമായി പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു. തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാൻ ഈജിപ്ത്, സൗദി അറേബ്യ, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായും ഇസ്രായേലിന്റെ നീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ട്രംപ് ഭരണകൂടവുമായും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തുർക്കി ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നത്? സൊമാലിയയിൽ നിന്ന് വേർപിരിഞ്ഞ സൊമാലിലാൻഡ് 1991 മുതൽ സ്വയംഭരണം നടത്തുന്നു. ഇസ്രയേലിന്റെ നീക്കത്തെ സൊമാലിയയുടെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. ഇതവരുടെ പരമാധികാരത്തിന് നേരെയുള്ള മനഃപൂർവ്വവും നിയമവിരുദ്ധവുമായ ആക്രമണമാണെന്ന് വിശേഷിപ്പിച്ചു. സൊമാലിയയെ വളരെയധികം ബഹുമാനിക്കുന്ന തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം പ്രധാനമാണ്.
തുർക്കിയെ സംബന്ധിച്ചിടത്തോളം സൊമാലിയ ആഫ്രിക്കൻ നയത്തിന്റെ തന്ത്രപരമായ ഒരു സ്തംഭവും ഭൂഖണ്ഡത്തിലെ ഏറ്റവും അടുത്ത പങ്കാളികളിൽ ഒന്നുമാണ്. തുർക്കിയുടെ ഏറ്റവും വലിയ വിദേശ സൈനിക താവളത്തിന് സൊമാലിയ ആതിഥേയത്വം വഹിക്കുന്നു. തുർക്കിയിൽ നിന്ന് സൊമാലിയയ്ക്ക് ഗണ്യമായി സൈനിക, സാമ്പത്തിക, മാനുഷിക സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. തുർക്കി സൊമാലിയ സൗഹൃദം. സൊമാലിയയുടെ പ്രാദേശിക അഖണ്ഡതയെ തുർക്കി പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട്. നെതന്യാഹു സർക്കാരിന്റെ ഈ നീക്കത്തെ മേഖലയിലെ അവരുടെ താൽപര്യങ്ങൾക്കും സൊമാലിയയുമായുള്ള സുരക്ഷാ സഹകരണത്തിനും ആഫ്രിക്കയിലുടനീളം സ്വാധീനം ചെലുത്താനുള്ള അവരുടെ വിശാലമായ അഭിലാഷങ്ങൾക്കും നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായി അവർ കണ്ടേക്കാം. അതേസമയം ഈ വർഷം ഓഗസ്റ്റിൽ സൊമാലിലാൻഡ് തുർക്കിയെ വിമർശിച്ച രംഗത്തെത്തിയിരുന്നു. കൂടാതെ ഇസ്രയേലിന്റെ ഈ തീരുമാനം തുർക്കിക്ക് തന്ത്രപരമായും സാമ്പത്തികമായും ഒരു വെല്ലുവിളി ഉയർത്തിയേക്കാം. സൊമാലിയയുമായുള്ള ഊർജ്ജ ബന്ധം തുർക്കി ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്. സൊമാലിയൻ തീരത്തുള്ള പ്രദേശങ്ങളിൽ തുർക്കി ഖനനം ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. കഴിഞ്ഞ വർഷം നിരവധി കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ട് തുർക്കി അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചിട്ടുമുണ്ട്. തീരുമാനം പ്രധാനമാകുന്നത് എന്തുകൊണ്ട്? സൊമാലിയയിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷം വർഷങ്ങളായി സൊമാലിലാൻഡ് നയതന്ത്ര അംഗീകാരം തേടുകയാണ്. ഇതുവരെ വലിയ വിജയം നേടിയിരുന്നില്ല. വെള്ളിയാഴ്ച ഇസ്രയേൽ സൊമാലിലാൻഡിന് പൂർണ്ണ അംഗീകാരം നൽകി. ഇത് വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ സ്ഥിതിയിൽ മാറ്റം വരുത്തിയേക്കാം. ഇതിനു പുറമെ എത്യോപ്യ, അമേരിക്ക, UAE തുടങ്ങിയ രാജ്യങ്ങളുമായി സൊമാലിലാൻഡിന് നയതന്ത്ര ബന്ധങ്ങളുണ്ട്. സൊമാലിലാൻഡിൽ സൈനിക താവളമുണ്ടെന്ന് UAEയും അവകാശപ്പെടുന്നു. US, UAE ഉദ്യോഗസ്ഥരും സൊമാലിലാൻഡ് ഇതിനോടകം സന്ദർശിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ തീരുമാനം എന്താണ്? മുൻ ഏകാധിപതി ജനറൽ സിയാദ് ബാരയ്ക്ക് എതിരായ ഒരു പ്രസ്ഥാനത്തെ തുടർന്ന് 1991 സൊമാലിലാൻഡ് സ്വതന്ത്രം പ്രഖ്യാപിച്ചു. സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക് ഓഫ് സൊമാലിലാൻഡിന്റെ ജനസംഖ്യ 6 ദശലക്ഷമാണ്. എന്നിരുന്നാലും 3 പതിറ്റാണ്ടുകളായി ഈ പ്രദേശം അംഗീകാരത്തിനായി പോരാടുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ ഒരു രാജ്യമായി അംഗീകരിച്ച ആദ്യത്തെ രാഷ്ട്രമായി ഇസ്രയേൽ മാറിയിരിക്കുകയാണ്. അതേസമയം കൃഷി, ആരോഗ്യം, സാങ്കേതികവിദ്യ, സമ്പദ് വ്യവസ്ഥ എന്നീ മേഖലകളിലെ സഹകരണത്തിലൂടെ ഇസ്രയേൽ റിപ്പബ്ലിക് ഓഫ് സൊമാലിലാൻഡുമായുള്ള ബന്ധം വികസിപ്പിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമമായ അൽ മുനീർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അബ്രഹാം കരാറിൽ ചേരാനുള്ള സൊമാലിയ ലാൻഡിന്റെ ആഗ്രഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുമെന്നും നെതന്യാഹു പ്രതിജ്ഞയെടുത്തിരുന്നു.